ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി മോളിൽ ഇരുന്ന് ലാപ്പിലെന്തോ ചെയ്യണം കേട്ടോ. ആ സമയത്ത് ശ്രുതി 2 ബൗളിൽ സൂപ്പൊക്കെ ആയിട്ടങ്ങ് വരുവാണ്. എന്നിട്ട് കൊടുക്കുവാണ് ശ്രുതിക്ക്. എന്നിട്ട് ശ്രുതിയോട് പറയണം, താനിത് കഴിക്കടോ എന്നൊക്കെ പറഞ്ഞ് പയ്യെ കഴിപ്പിക്കുവാണ് കേട്ടോ. കഴിച്ച് കഴിയുമ്പോഴേ ശ്രുതി ചോദിക്കും, ഇത് അമ്മ ഉണ്ടാക്കിയതല്ലേ, രേവതി ഉണ്ടാക്കുന്നതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ്, താൻ അവിടെ ഒത്തിരി പൊക്കമൊന്നും വേണ്ട. അല്ല, അങ്ങനെയല്ല, കുറച്ച് ടേസ്റ്റ് ഉണ്ട്, അത് ഉള്ളതുപോലെ പറയണ്ടേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ പറയും, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവൾക്ക് എന്ത് കഴിവാണ് ഉള്ളത്, തനിക്ക് എന്തൊക്കെ കഴിവാണ് ഉള്ളത് എന്നും പറഞ്ഞ് ശ്രുതിയുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതി. അത് കഴിയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, താൻ ഇനിയിപ്പം വർക്കൊക്കെ നിർത്ത്, എന്ത് വർക്കാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അക്കൗണ്ടിങ് ഒക്കെ നോക്കുമായിരുന്നു, പലിശക്കാർക്ക് കറക്റ്റായിട്ട് കാശ് കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, താൻ ബിസിനസ് ശരിക്കും നടത്താൻ നോക്കുക, കാശൊക്കെ അമ്മ കൊടുത്തോളും എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ ആ സമയത്ത് താഴെ നമ്മുടെ ചന്ദ്രമതിയോട് നമ്മുടെ നമ്മുടെ സച്ചി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെ പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത് എന്നിങ്ങനെ ഒച്ച വെക്കുന്ന കേൾക്കുമ്പോഴേക്കും മോളിൽ നിന്ന് ശ്രുതിയും കൂടെ താഴോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ അവനെ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിന്നോട് മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്, നിന്നോട് ഞാൻ വല്ലതും പറഞ്ഞു, ഞാൻ ഇവരോടാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് രേവതി ആകെ കരഞ്ഞു പുറകെ നിൽക്കുവാണ്. ആ സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മ ഇവക്ക്, എന്താ ഇവളാകെ അപ്സെറ്റായിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. ആ സമയത്ത് ചന്ദ്രമതി പറയുകയാണ്, എന്താ അപ്സെറ്റ്, ഇതൊക്കെ ഓരോരോ അഭിനയമല്ലേ, എനിക്കറിയാം ഇവൾക്ക് എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് അവളോട് തന്നെ ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും രേവതിയോട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എല്ലാവരും രേവതിയുടെ മുഖത്തോട്ട്. ആ സമയത്ത് രേവതി പറയുകയാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലമ്മേ എന്നിങ്ങനെ മാത്രം പറഞ്ഞ് മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് സച്ചി വീണ്ടും ചൂടാവുക, നിങ്ങളോടാ ചോദിച്ചേ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തിരിച്ച് ചന്ദ്രമതി പറയുക, അല്ല, ഞങ്ങൾ ഇവളെ കരയിപ്പിച്ചതൊക്കെ പോട്ടെ, ഞങ്ങൾ കരയിപ്പിച്ചത് വിട്ടേക്ക്, നീ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് കാണിച്ചത്, നീ ഇവളെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ വരെ നോക്കിയില്ലേ, അത്രയൊന്നും ഇവിടെ ആരും കാണിച്ചിട്ടില്ല, അത്രയൊന്നും ഇവിടെ ആരും അവളോട് ചെയ്തിട്ടുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് കേൾക്കുമ്പോൾ സച്ചിക്ക് ഒരു ഷോക്കാവുകയാണ്. എന്നിട്ട് സച്ചി രേവതിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, ഇവളെൻ്റെ ഭാര്യയാണ്, ഞാൻ ഇവളുടെ ഭർത്താവാണ്, ഞങ്ങൾ തമ്മിൽ പലതും പറയും, പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് ഞങ്ങൾ തമ്മിലുള്ള ഈ താലിബന്ധത്തിൻ്റെ അധികാരത്തിലാണ്, പക്ഷെ നിങ്ങൾക്കത് പറയാൻ ഒരു അവകാശമില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്കൊരു അടി കിട്ടിയ പോലെ ആവുകയാണ് കേട്ടോ. പുള്ളിക്കാരി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. പുള്ളിക്കാരി പെട്ടെന്ന് ഇതൊന്നും കേൾക്കാത്ത പോലെ ശ്രുതിയോട് പറയാം, മോളെ, മോൾക്ക് ഷോപ്പിങ്ങിന് പോകണമെന്നല്ലേ പറഞ്ഞേ, മോൾ റെഡി ആവുക, നമുക്ക് പോകാം, ലേറ്റ് ആയില്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയും കൂടെ അവിടുന്ന് മുകളിലോട്ട് കയറി പോവാണ്. സച്ചി ചന്ദ്രമതിയെ പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നൈസായിട്ട് അങ്ങ് ഊരാൻ നോക്കിയല്ലേ, നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ തന്നെ കാണും, ഞാൻ എവിടെയും പോണില്ലല്ലോ എന്ന് പറയുവാണ്. എന്നിട്ട് തിരിച്ച് രേവതിയും കൊണ്ട് മുറി വന്ന് സച്ചി ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയേ, പറ, എന്നോട് പറ എന്ന് പറയുമ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ, ഒന്നും തന്നെ മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാം, എൻ്റെ മനസ്സെന്തോ ശരിയല്ല, അത്രേ ഉള്ളൂ എന്ന് മാത്രം പറയുവാണ്, കാരണം ഒന്നും പറയുന്നില്ല. ആ സമയത്ത് സച്ചിക്ക് ഒരു കോള് വരുവാണ്, ഒരു ഓട്ടോ ഉണ്ടെന്ന് പറയും. അപ്പോൾ സച്ചി ഒരു 5 മിനിറ്റുള്ളിൽ വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് രേവതി പറയും, നിങ്ങൾക്ക് ഓട്ടം വിളിച്ചതല്ലേ, നിങ്ങൾ പോയിട്ട് വാ എന്ന് സച്ചിയോട് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ രേവതി പറയാത്ത ചെറിയ പരിഭവത്തിൽ ചെറിയൊരു ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ രേവതി ആ മുറിയിലിരുന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പുള്ളിക്കാരി പൊട്ടി ഓരോ കാര്യങ്ങൾ ഓർത്തോർത്ത് കരയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചി പോകുന്നതിന് മുമ്പ് വണ്ടി മുമ്പിൽ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറയും, ശ്രുതിയോടും പറയും, അവൻ്റെ മുമ്പേ ഷോപ്പിംഗ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, ഫിനാൻസുകാരെ കാണാൻ പോവുക എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയും, എങ്കിൽ ഞാൻ ഓഫ് എടുക്കാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, വേണ്ട, പുതിയ ജോലിക്ക് കയറിയിട്ട് എത്രയും പെട്ടെന്ന് ഓഫൊന്നും എടുക്കണ്ട, ശ്രുതി പൊക്കോ എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും മുമ്പിൽ നിൽക്കുന്ന ചന്ദ്രമതി ചോദിക്കും, മോള് വണ്ടി വരുമെന്ന് പറഞ്ഞ് ഈ പേട്ട വണ്ടിയാണോ, ഇതിലാണെങ്കിൽ ഞാൻ കയറുകയല്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സച്ചി ഇങ്ങനെ ചന്ദ്രമതിയെ പുച്ഛിച്ച് നോക്കുവാണ്. എന്നിട്ട് ശ്രുതി പറയും, അല്ലമ്മ, ഞാൻ വണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വരും എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അവർ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുവാണ്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ഫിനാൻസുകാരെ പറഞ്ഞു നിർത്തുകയെന്ന് പറഞ്ഞാൽ വലിയ പാടാ, എങ്ങനെയും നമുക്കിത് നടച്ചു തീർക്കണം മോളെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയും, അമ്മ പേടിക്കണ്ട, അതൊക്കെ നമുക്ക് സെറ്റാക്കാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയും, എന്ത് പേടി, ഇത്രയും വലിയൊരു പണക്കാരൻ്റെ മോള് വാക്ക് വരുമ്പോൾ എനിക്ക് എന്ത് പേടിക്കാമെന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി ഒന്ന് പതുങ്ങുവാണ് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ, അത് നേരമേ, വേറെ പേടിക്കാനൊന്നുമില്ല, പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ കിട്ടും, അമ്മയ്ക്ക് നല്ല റിലാക്സേഷൻ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി മനസ്സിൽ പറയുക, മനുഷ്യൻ്റെ ചങ്ക് കത്തും അവളുടെ ഒരു റിലാക്സേഷൻ എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പം
നമ്മൾ ശ്രുതി മുറിയിലോട്ട് പോവുകയാണ്. ചന്ദ്രമതി പറയാണ് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം, മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പം രേവതി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കലിതുള്ളി ദേഷ്യപ്പെട്ട് ചന്ദ്രമതി മുകളിൽ രേവതിയുടെ മുറിയിൽ ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ രേവതിക്ക് തീരെ വയ്യാണ്ട് ബെഡായി കിടക്കുവാണ്. അത് കാണുമ്പോഴത്തേക്കും രേവതിയോട് ചൂടാവുകയാണ് കേട്ടോ. ചൂടായി പറയുകയാണ്, നീ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്, നീ കാരണം ഞാൻ ഈ പട്ടിണി കിടക്കണോ, നിനക്ക് ഇവിടെ ഒന്നും വെക്കാൻ കഴിയുവേലേ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. രേവതി എഴുന്നേറ്റിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അവൾക്കെന്തോ വയ്യാന്നാ തോന്നുന്നു അമ്മയെന്ന് പറയുമ്പോൾ ചന്ദ്രമതി എന്ത് വയ്യാഴിക അവളുടെ അഭിനയം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യമ്മേ അതുകൊണ്ടാന്ന് പറയുമ്പോഴും ഓരോന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.